SFI വിട്ട് AISFൽ ചേർന്ന വിദ്യാർത്ഥിക്ക് SFI ജില്ലാ നേതാവിൻ്റെ ഭീഷണി. പുനലൂർ SN കോളേജ് വിദ്യാർത്ഥി വിഷ്ണു മനോഹരന് നേരെയാണ് ഭീഷണിയുണ്ടായത്. കോളേജിലും വീട്ടിലും വെച്ച് മർദ്ദിക്കുമെന്നാണ് ഫോണിലൂടെ SFI നേതാവ് ഭീഷണിപ്പെടുത്തിയത്. അമ്മ തന്നെ എന്നോട് പറഞ്ഞ വിഷ്ണു ആക്കുന്നത് വലിയ ദോഷം ചെയ്യുന്നത് അതെല്ലാം തരണം ചെയ്ത് നിന്നെ ഭാരവാഹിയാക്കി നീ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ നിന്നപ്പോ നമുക്കെതിരെ വർത്തമാനം പറയാൻ തോന്നുന്നു. നീ കൊള്ളാനുള്ള ആള് ഞാൻ ഒരു കാര്യം പറയാം വിഷ്ണു, നീ അല്ല ഒന്ന് നമ്പരാൻ വന്നാൽ കോളേജിൽ നിന്ന് നിനക്ക് കിട്ടുന്ന അടി നീ മേടിച്ചോ. അണ്ണാ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. അണ്ണൻ പറയുന്നത് ആർട്ടോസ്ഫിയറിന്റെ ബോർഡ് എടുത്തു അരി ജെഫിനൊന്ന് ഈ ആർട്ടോസ്ഫിയറിനോട് കിടന്ന് കഷ്ടപ്പെട്ട് ഇത്രയും പിരിച്ച് വെയിലത്ത് കിടന്ന് വിരിക്കുന്ന ജെഫിൻ എന്തിനാണ് ആ ബോർഡ് എടുത്ത് മാറ്റേണ്ട ആവശ്യം? അതാ പെട്ടെന്ന് എതിർപ്പ് എന്താ വന്നേ അതാണ് ചോദിക്കുന്നേ. പിന്നെ എന്തിനീ പെട്ടെന്നൊരു എതിർപ്പ്? അതാരാ പറഞ്ഞവരുടെ പേര് പറ. എണ്ണ അണ്ണാ പറയുന്ന കേക്ക്. അണ്ണാ ഞാൻ നിൽക്കുന്നില്ല. നിരവധി നാളുകളായി കോളേജിലെ കലാസംഘടനയിലെ സജീവ പ്രവർത്തകനായിരുന്നു വിഷ്ണു. അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ദിവസങ്ങൾക്ക് മുമ്പ് വിഷ്ണു AISFലേക്ക് ചേർന്നു. തുടർന്നാണ് SFI ജില്ലാ നേതാവ് ഫോണിൽ വിളിച്ച ഭീഷണിപ്പെടുത്തിയത്. SFI ക്യാമ്പസിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കുവാൻ ബോധപൂർവം ശ്രമം നടത്തുന്നതായി AISF ഭാരവാഹികൾ ആരോപിക്കുന്നു. സംഭവത്തിൽ CPI സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. SFIയോ CPMോ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരിക്കുവാനും തയ്യാറായിട്ടില്ല. ഞാൻ SN കോളേജിൽ പഠിക്കുന്ന 2ാം വർഷ വിദ്യാർത്ഥിയാണ്. നിലവിൽ ഞാൻ ആർട്ടോസ്ഫിയർ എന്ന് പറഞ്ഞൊരു കലാകാരന്മാരെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ട് വരുന്നതാണ്. അതിനെ തുടർന്ന് ഞാൻ ആ സംഘടനയെ പ്രവർത്തിക്കുന്നതിനെ തുടർന്ന് SFIയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അതിൽ പ്രവർത്തിക്കരുത്, ആ ഒരു കലാകാരന്മാരെ മുമ്പിൽ കൊണ്ടുവരുന്നതിൽ ഞാൻ നിൽക്കരുത്, അതിന് പോയാൽ എന്നെ വധഭീഷണി ഉൾപ്പെടെ എൻ്റെ കോളേജിൽ പഠിക്കാൻ സമ്മതിപ്പിക്കില്ലെന്നും പുനലൂർ മുതൽ എൻ്റെ വീട് കഴുതിട്ടി സ്ഥലം വരെ എന്നെ അടിക്കുമെന്നും വീട്ടിലെൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിലും എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ അടിക്കുമെന്നും വെട്ടുമെന്നും എല്ലാ രീതിയിലും ഭീഷണി എന്നെ നോക്കിയിരിക്കുന്നു. സംഭവം ഞാൻ ഒരു SFI യൂണിറ്റ് പ്രസിഡൻ്റാണ്. നിലവിൽ ഭാരവായിട്ട് നിൽക്കുന്ന എന്നോട് തന്നെ SFIക്കാർ ഇത്ര മോശമായിട്ട് നിൽക്കുക എനിക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കണം. ഒരു അടിമയെ പോലെ അവർ പറയുന്ന കേട്ട് നിൽക്കണമെന്നാണ് കോൾ റെക്കോർഡിങ്ങിൽ തന്നെ ഇവിടെ പറയുന്നുണ്ട്. ഒരു അടിമയായിട്ട് എനിക്കൊരു സംഘടന നിൽക്കാൻ താല്പര്യമില്ല. അതേ തുടർന്ന് ഞാൻ AISF എന്ന ഇടതുപക്ഷ സംഘടനയിലോട്ട് ഞാൻ പോവുകയും അതിനെ തുടർന്ന് പലവട്ടം എന്നെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പല വ്യക്തികളെയും കൊണ്ട് ഞാൻ കോൾ എടുത്തിട്ടില്ല. നിലവിൽ ഞാനിപ്പോൾ AISFൽ പ്രവർത്തിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഇനി എനിക്ക് എന്തെങ്കിലും വധഭീഷണി ഉൾപ്പെടെ ഉണ്ടായാലും അതിന് SFI തന്നെ അവർ മുതിർന്ന നേതാക്കളായാലും താഴെത്തട്ട് നിൽക്കുന്നവരായാലും അവരായിരിക്കും അതിന് മുഴുവൻ കാരണം. എനിക്കിനി എന്തുണ്ടായാലും ആരോമൽ ഭീഷണിപ്പെടുത്തിയത് ഇത് തന്നെയാണ്. ഞാൻ ഈ ആർട്ടോസ്ഫിയർ പ്രവർത്തിക്കരുത്, പ്രവർത്തിച്ചാൽ നിന്നെ ഇതേ കൂട്ട് കൈകാര്യം ചെയ്യും, SFIയുടെ കാല് നക്കിപ്പിക്കും, SFIയുടെ കാലടി കിടക്കണം, വധഭീഷണി, വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് തല്ലും, എൻ്റെ സ്ഥലത്ത് വന്ന് തല്ലും, വീട്ടിലെത്തലും. ഇതേ തുടർന്നാണ് ആർട്ടോസ്ഫിയർ എന്നൊരു സംഘടനയെ പ്രവർത്തിക്കുന്നതിനാണ് ഇവർക്ക് കുഴപ്പം, അല്ലാതെ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.